സാർ നമസ്കാരം. നമസ്കാരം. CPM-ന്റെ മൺമറഞ്ഞ നേതാവായ വനിതാ നേതാവ് ജോസഫൈൻ ഒരിക്കൽ ഒരു പ്രസ്താവന നടത്തിയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾക്ക് സ്വന്തമായി പോലീസും കോടതിയും എല്ലാം ഉണ്ട്, ഞങ്ങൾ അന്വേഷിക്കും പാർട്ടി സഖാക്കന്മാരുടെ പേരിലുള്ള കേസും നടപടികളും എന്നൊക്കെയാണ് അന്ന് പറഞ്ഞത്. അത് വിവാദമായി പിന്നീട് അതിന്റെ പേരിൽ അവർക്ക് പാർട്ടിയിൽ നിന്ന് അച്ചടക്ക നടപടിയൊക്കെ നേരിടേണ്ടതായി വന്നു എന്നുള്ളതാണ് അന്നത്തെ പത്രവാർത്തകളിൽ നിന്നും മനസ്സിലായത്. ഇപ്പോ സമാനമായ രീതിയിൽ അവരുടെ ആ ജോസഫൈന്റെ വാക്കുകൾ അനുസ്മരിപ്പിക്കുന്ന രീതിയിലാണ് പാർട്ടിക്ക് സ്വന്തം പോലീസും കോടതിയൊക്കെ ഉണ്ട് എന്ന് പറയുന്നത് പോലെയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ചില സംഭവങ്ങൾ. ഞാൻ പറഞ്ഞു വരുന്നത്, മുൻ മുഖ്യമന്ത്രിയായ ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവായ പിണറായി വിജയന്റെ വീട്ടിൽ നടന്ന റൈഡിനെ കുറിച്ചും ആ റൈഡിൽ CPM പ്രവർത്തകർ കൈക്കൊണ്ട നിലപാടിനെ കുറിച്ചുമാണ്. നിയമസഭയ്ക്കകത്ത് മാത്യു കുഴൽനാടൻ MLA അടക്കം മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയന്റെ മകൾ മാസപ്പടി വാങ്ങിയെന്നും വീണാ വിജയന്റെ പേരിലുള്ള എക്സാലോജിക് എന്ന കമ്പനി, പ്രവർത്തനരഹിതമായ യാതൊരു തരത്തിലുള്ള പ്രവർത്തനം ചെയ്യാത്ത ഒരു കമ്പനി, ഒരു ഷെൽ കമ്പനി, അതും AKG സെന്ററിന്റെ അഡ്രസ്സിൽ തുടങ്ങിയ ഒരു കമ്പനി, ആ കമ്പനിയിലേക്ക് കേരളത്തിലെ വലുതും ചെറുതുമായ നിരവധി കമ്പനികളിൽ നിന്നും സംരംഭകരിൽ നിന്നും പണം കൈക്കൂലിയായി മാസപ്പടിയായി വാങ്ങിയിട്ടുണ്ടെന്നാണ് മാത്യു കുഴൽനാടൻ നിയമസഭയിൽ അന്ന് മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയന്റെ മുഖത്തേക്ക് വിരൽ ചൂണ്ടിക്കൊണ്ട് പറഞ്ഞത്. ആ പ്രസ്താവന കേട്ട ഉടനെ തന്നെ മുഖ്യമന്ത്രി വളരെ പ്രക്ഷുബ്ധനായി ചാടി എഴുന്നേറ്റ് വെറുതെ വീട്ടിലിരിക്കുന്നവരെ പറയരുത്, എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ നേരിട്ട് പറയണം എന്നൊക്കെയാണ് പറഞ്ഞത്. ഇന്നിപ്പോ ആ വിഷയത്തിൽ കൃത്യമായി തന്നെ അന്വേഷണം നടന്നിരിക്കുന്നു. സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ അന്വേഷണത്തിന് പുറകെ ED-യുടെ അന്വേഷണം വന്നിരിക്കുന്നു. ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ നിർദ്ദേശത്തെ തുടർന്ന് സ്റ്റേ നീക്കം ചെയ്തതിനെ തുടർന്നാണ് ഇപ്പോൾ ED അന്വേഷണമായി വന്നത്. ഈ ED അന്വേഷണം വന്നപ്പോ കേരളത്തിലെമ്പാടും CPM-ന്റെ പ്രതിഷേധം നമ്മൾ കണ്ടു. ബേക്കറി ജംഗ്ഷനിൽ പിണറായി വിജയന്റെ വീടിന് മുന്നിൽ തടിച്ചുകൂടിയ ജനം, അകത്ത് ED-യുടെ പരിശോധന നടക്കുന്നു, ചോദ്യം ചെയ്യൽ നടക്കുന്നു. ഇതുപോലെ പിണറായി വിജയന്റെ വീട്ടിൽ പരിശോധന നടക്കുന്നു. മുഹമ്മദ് റിയാസിന്റെ വീട്ടിൽ, വീണയുടെ ഭർത്താവായ മുഹമ്മദ് റിയാസിന്റെ വീട്ടിൽ റെയ്ഡ് നടക്കുന്നു. എക്സാലോജിക് എന്ന കമ്പനിയിൽ റെയ്ഡ് നടക്കുന്നു. CMRL-ന്റെ ഓഫീസുകളിൽ റെയ്ഡ് നടക്കുന്നു. ഇങ്ങനെ ഏതാണ്ട് വിവിധ ഇടങ്ങളിൽ 12 സ്ഥലങ്ങളിൽ റെയ്ഡ് നടക്കുമ്പോൾ ഇത് വളരെ അസഹിഷ്ണുതാപൂർവ്വം CPM പ്രവർത്തകർ, സഖാക്കൾ നോക്കിക്കാണുന്നു. നിയമത്തിന്റെ വഴിക്ക് പോകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അവർ സംഘടിതരായി എത്തുന്നു, റോഡിൽ കുത്തിയിരിക്കുന്നു. ED-ക്കും കേന്ദ്ര സർക്കാരിനും കേരളത്തിലെ VD സതീശൻ സർക്കാരിനുമെതിരെ മുദ്രാവാക്യങ്ങൾ വിളിക്കുന്നു. കേന്ദ്രസേനയുടെ നേർക്ക് ഒഴിഞ്ഞ കുപ്പികളും ചെരുപ്പും കല്ലും വലിച്ചെറിയുന്നു. തിരുവനന്തപുരത്ത് പിണറായി വിജയന്റെ വീട്ടിൽ നിന്നും ED റെയ്ഡ് പൂർത്തിയാക്കി 2:30 പുറത്തിറങ്ങിയപ്പോൾ അവർ ED ഉദ്യോഗസ്ഥർ സഞ്ചരിച്ച കാറിന് നേരെ അവർ ആക്രമണം നടത്തുന്നു. ഈ കാറിന്റെ ചില്ല് തല്ലി പൊട്ടിക്കുന്ന 2 ED ഉദ്യോഗസ്ഥർക്ക് പരിക്ക് പറ്റുന്നു. അക്ഷരാർത്ഥത്തിൽ അത് കോടതി അലക്ഷ്യമാണ് എന്നുള്ളതാണ് എൻ്റെ പരിമിതമായ നിയമ അവബോധം വെച്ച് എനിക്ക് പറയാൻ കഴിയുക. സാർ, ഈ പോക്ക് ഇതെങ്ങോട്ടാണ്? എന്തുകൊണ്ടാണ് ഇന്ത്യൻ ജനാധിപത്യ വ്യവസ്ഥയും നീതിന്യായ വ്യവസ്ഥയും ഇവർ അംഗീകരിക്കുന്നില്ലേ എന്നുള്ളൊരു ചോദ്യമാണ് ഇത് കാണുമ്പോൾ എനിക്കുള്ളത്. സാർ, എന്താ ഇതിനൊരു മറുപടി? ഇത് അത്യന്തം അപകടകരമായിട്ടുള്ള നീക്കം തന്നെയാണ്. ഞാൻ മനസ്സിലാക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഒരിക്കലും ജനാധിപത്യത്തിൽ വിശ്വാസമില്ല. പിണറായി വിജയന് ജനാധിപത്യത്തിൽ വിശ്വാസമില്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒരു നേതാക്കന്മാരും ജനാധിപത്യത്തിൽ വിശ്വസിച്ചിട്ടില്ല. ഇപ്പൊ നമ്മൾ കേരളത്തിൽ ഇപ്പൊ എല്ലാവരും പറയുന്നത് ഞങ്ങൾ ഇടതുപക്ഷമാണ്, അവരിടതുപക്ഷമാണെന്ന്. ഇപ്പൊ കോൺഗ്രസ്സുകാരും പറയും, കമ്മ്യൂണിസ്റ്റുകാരും പറയും, ഒരുപറ്റം BJP-ക്കാരൊക്കെ പറയാറുണ്ട് ഞങ്ങളൊക്കെ ഇടതുപക്ഷമാണെന്ന്. എന്ത് ഇടതുപക്ഷം എന്ന് പറഞ്ഞാല്? ഇടതുപക്ഷം എന്ന് പറഞ്ഞാൽ ജനാധിപത്യത്തിൽ വിശ്വാസമില്ലാത്ത വിഭാഗമാണ് ഇടതുപക്ഷം. അവർക്കൊരു ജനാധിപത്യത്തിൽ വിശ്വാസമില്ല. അവർക്ക് സ്വന്തമായിട്ടുള്ള ഭരണഘടനയുണ്ട്. ഇപ്പൊ നമ്മളറിയാൽ സോവിയറ്റ് റഷ്യയിൽ എങ്ങനെയാ സ്റ്റാലിൻ സ്വന്തമായിട്ടുള്ള ഭരണഘടന ഉണ്ടാക്കി. എത്ര പേര് ഉണ്ടായിരുന്നത്? 21 അംഗങ്ങളുള്ള സംഘങ്ങളാണ് ഭരണഘടന ഉണ്ടാക്കിയത്. അത് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് എന്താ ഉണ്ടായത്? ഉണ്ടാക്കി കഴിഞ്ഞിട്ട് എല്ലാവരും കൂടി പറഞ്ഞു ഞങ്ങൾ ഭരണഘടന ഉണ്ടാക്കി എന്നൊക്കെ പറഞ്ഞിട്ട് സ്റ്റാലിനെ കാണാൻ വന്നു. സ്റ്റാലിന് അതിനകത്ത് 15 പേര് ഓൺ ദ സ്പോട്ട് വെടിവെച്ചു കൊന്നു. ഇത് ചരിത്രത്തിന്റെ ഭാഗമാണ്. അതാണ് കമ്മ്യൂണിസം. അല്ലെങ്കിൽ ഇടതുപക്ഷം എന്ന് പറയുന്നത് അതാണ്. സ്വന്തം ഭരണഘടന, സ്വന്തം പേരിലുള്ള ഭരണഘടന ഉണ്ടാക്കുന്ന സ്റ്റാലിനിസ്റ്റുകളാണ് ഇവിടെ കൂടുതലുള്ളത്. അവര് സ്വന്തം ആരൊക്കെയാണോ ഭരണഘടന ഉണ്ടാക്കാനുണ്ടായ കമ്മിറ്റി ഉള്ളത്, ആ കമ്മിറ്റിയിലുള്ളവരെ തന്നെ വെടിവെച്ചു എന്നുള്ള പാരമ്പര്യമാണ് അവരെ ഉള്ളത്. ഇത് റഷ്യയുടെ പാരമ്പര്യമാണ്. സമാനം തന്നെയാണ് ഇവിടെ സംബന്ധിച്ചുള്ളത്. കാരണം ഇവിടെ പിണറായി വിജയൻ അഴിമതി നടത്താം, അദ്ദേഹത്തിന്റെ മകൾക്ക് അഴിമതി നടത്താം, മരുമകന് അഴിമതി നടത്താം, പക്ഷെ ചോദ്യം ചെയ്യാൻ പാടില്ല. ആരെങ്കിലും ചോദ്യം ചെയ്താൽ അവർക്കെതിരായിട്ട് ഞങ്ങൾ വലിയ സമരം നടത്തും.
അതിനുവേണ്ടി ഞങ്ങളുടെ ചില കുറച്ച് കുട്ടിക്കുരങ്ങന്മാരൊക്കെ ഉണ്ട്. ആ കുട്ടിക്കുരങ്ങന്മാരെ കൊണ്ടൊക്കെ അവരൊക്കെ ട്രൗസർ ടീച്ചർ സമരത്തിന് കൊണ്ടുവരും. പക്ഷെ എന്റെ ഒരു സംശയമുള്ളത്, ഈ പിണറായി വിജയന്റെ ഏതെങ്കിലും കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരുടെ ഏതെങ്കിലും മക്കൾ ഈ സമരത്തിന്റെ ഭാഗമാണോ? അല്ല, ഒരു സംശയമില്ല. കാരണം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരൊറ്റ നേതാവിന്റെ മകനും SFIയിലെ മെമ്പറല്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരൊറ്റ നേതാവിന്റെ മകനും DYFIയിലെ മെമ്പറല്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരൊറ്റ നേതാവിന്റെ മകനും ഒരു സമരത്തിലും പങ്കെടുത്തിട്ടില്ല. ഒരു സമരത്തിലും അവർക്കെതിരായിട്ട് നടപടികൾ ഉണ്ടായിട്ടില്ല. കാരണം പിണറായി വിജയന്റെ മകൻ എവിടെയാ? മകള് പിണറായി വിജയന്റെ കൂടെ താമസിക്കുന്നു, മകൻ ദുബായിൽ എവിടെ കണ്ട അവിടെ ജോലിയുള്ളത്. അങ്ങനെ എല്ലാ കമ്മ്യൂണിസ്റ്റ് MA ബേബിയുടെ അടക്കം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഓൾ ഇന്ത്യ ജനറൽ സെക്രട്ടറി ആയിരിക്കുന്ന ബേബിയുടെ അടക്കം മക്കൾ എവിടെയാണെന്ന് വ്യക്തമാക്കണം. ഇവരാരെങ്കിലും ഏതെങ്കിലും കേസിൽ വരുന്നുണ്ടോ? ഇവരിപ്പോ പറയും, ഇപ്പൊ നേരത്തെ പറഞ്ഞ മാതിരി ജോസഫീൻ പറഞ്ഞ് ഞങ്ങൾക്ക് പാർട്ടിക്ക് സ്വന്തമായിട്ട് ഭരണഘടനയുണ്ട്, ഞങ്ങൾക്ക് സ്വന്തമായിട്ട് പോലീസ് ഉണ്ട്, ഞങ്ങൾക്ക് കോടതിയുണ്ട്, ഞങ്ങൾ അന്വേഷണം നടത്തും. അങ്ങനെയുള്ള പഴയ കാലത്ത് PK ശശിയൊക്കെ പാലക്കാട് അന്വേഷണം നടത്തിയതാണ്. ശ്രീമതി ടീച്ചറും വേറൊരു മറ്റേ ഇയാളും കൂടി ഇട്ടാന്നുണ്ട്, K ബാലൻ കൂടി കൂടിയിട്ട് അന്വേഷണം നടത്തി. എന്നൊരു തീവ്രത കുറഞ്ഞിട്ടുള്ള പണി അവിടെ നടത്തിയിരിക്കുന്നതാണ്. ഈ തീവ്രത അളക്കുന്ന പ്രവർത്തനമല്ലാതെ കണ്ട് എന്താണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് സ്വന്തമായിട്ടുള്ള സംവിധാനങ്ങൾ എന്താണുള്ളത്? ആ സംവിധാനങ്ങളെ കുറിച്ച് ചോദിക്കുമ്പോഴാണ് ഇവര് പറയാ ഞങ്ങൾക്ക് ഇതിനൊന്നും വിശ്വാസമില്ല. അവർക്ക് എക്കാലത്തും വിശ്വാസമുള്ളത് ഈ രാജ്യവിരുദ്ധ ശക്തികളുടെ കൂടെയുള്ള പ്രയാണമാണ് അവരുടെ ലൈൻ. അവർക്കൊരിക്കലും നാടിനോട് സ്നേഹം ഉണ്ടായിട്ടില്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടി എക്കാലത്ത് അനുവർത്തിച്ചത് അവരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. അത് EMS ആയാലും കൊള്ളാം, അത് ബാസുവിനെ ആയാലും കൊള്ളാം, അത് രണദേവി ആയാലും കൊള്ളാം, കമ്മ്യൂണിസ്റ്റ് ഹർഷ് സിംഗ് സുർജിത് ആയാലും കൊള്ളാം, ആരാണെങ്കിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാരെ എല്ലാവരും അനുവർത്തിക്കുന്ന നയം കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കും സ്വന്തം കുടുംബത്തിനും വേണ്ടിയുള്ള നയമാണ് അവർ അനുവർത്തിക്കുക. അതുകൊണ്ട് തന്നെയാണ് ഇവരുടെ ആരുടെയും മക്കൾ പോലും ഈ മക്കളൊന്നും ഈ രംഗത്തേക്ക് വരുന്നില്ല. മക്കളൊക്കെ ഏതെങ്കിലും IT കമ്പനിയുടെയോ മറ്റു വലിയ വലിയ സ്ഥാപനങ്ങളുടെയോ വലിയ ചുമതലകളിലൊക്കെ അവർ ഇരിക്കുന്നു. അവർ വിദേശ രാജ്യങ്ങളിൽ പോയിട്ട് പഠിക്കുന്നു. അവിടെ നിന്ന് അവർ വിദ്യ സമ്പാദിച്ചതിന് ശേഷം അവിടെ തന്നെ ഒരു ജോലിയിലേക്ക് വരുന്നു. വല്ലപ്പോഴും ഒരിക്കൽ കേരളത്തിലേക്ക് വരുന്നു. ഈ നാടവരിടയ്ക്ക് കണ്ടിട്ടുള്ള മഹത്തായ രാജ്യമാണ് ഇത്, അമേരിക്കയിലേക്കാൾ വളരെ സുന്ദരമാണല്ലോ എന്നൊക്കെ പറഞ്ഞ് ചില പ്രസ്താവനകൾ ഇറക്കി മടങ്ങിപ്പോകുന്നു. ഇതാണ് കമ്മ്യൂണിസ്റ്റ് രീതി. ഇതിനകത്ത് ഏറ്റവും വലിയ തിക്തഫലം അനുഭവിക്കുന്നത് സാധാരണ കമ്മ്യൂണിസ്റ്റുകാരാണ്. അതായത് കൂലിവേലക്കാരായിരിക്കുന്ന CIT തൊഴിലാളികളായിരിക്കുന്ന ഓട്ടോറിക്ഷ തൊഴിലാളികളായിരിക്കുന്ന സാധാരണ കമ്മ്യൂണിസ്റ്റുകാരെ തിക്തഫലം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാനത് എന്റെ പുസ്തകത്തിനകത്ത് പറഞ്ഞിരുന്നു. ലോകത്തിലെ 10 കോടി ആളുകളെയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി കൊലപ്പെടുത്തിയത്. 10 കോടി. ഈ 10 കോടിയിൽ 9 കോടി 80 ലക്ഷം ആളുകള് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തകന്മാരായിരിക്കുന്ന ആളാണ് കൊല ചെയ്യപ്പെട്ടുള്ളത്. കമ്മ്യൂണിസ്റ്റുകാരെ കൊല ചെയ്യാം. ആ സമയത്ത് കേരളത്തിൽ പണ്ടുവരെ വിളിച്ച മുദ്രാവാക്യമുണ്ട്, ഞങ്ങളുടെ പോലീസ് ഞങ്ങളെ തല്ലിയ നിങ്ങൾക്ക് എന്താ കോൺഗ്രസ് എന്ന മുദ്രാവാക്യമാണ് 1958-59 കാലത്ത് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റുകാരൻ തല്ലുകൊണ്ട സമയത്ത്, പോലീസ് അവരെ തല്ലിയ സമയത്ത് അവർ കോൺഗ്രസ്സുകാരന്റെ മുഖത്ത് നോക്കി ചോദിച്ച ചോദ്യം ഇതാണ്, ഞങ്ങളുടെ പോലീസ് ഞങ്ങളെ തല്ലിയാൽ നിങ്ങൾക്ക് എന്താ പോലീസ് എന്നാണ്. ഇത് തന്നെയാണ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത്. അവര് ചില തോന്നിവാസങ്ങൾ കാണിക്കും, അവരക്രമങ്ങൾ കാണിക്കും, അഴിമതികൾ കാണിക്കും. ആരെങ്കിലും ചോദ്യം ചെയ്യാൻ അത് EDയുടെ അന്വേഷണം പാടില്ല, കേരളത്തിൽ ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണം പാടില്ല, വിജിലൻസിന്റെ അന്വേഷണം പാടില്ല. അന്വേഷണമല്ല ഒരു പാർട്ടി തീരുമാനിക്കും. മറിച്ച് പാർട്ടിയുടെ നേതാക്കന്മാരായിരിക്കുന്ന ആളുകള്, ജീവിച്ചിരിക്കുന്ന ആളുകള്, പലരും കൊല ചെയ്യപ്പെടാറാണ് പതിവ് കേട്ടോ. വളരെ അപൂർവം പേര് ജീവിച്ചിരിക്കാറുള്ളൂ. അങ്ങനെ ജീവിച്ചിരിക്കുന്ന ആളുകളെല്ലാം പലരും കൊള്ളക്കാരാണ്. ഈ കൊള്ളക്കാരുടെ വീടുകളിലേക്ക് റെയ്ഡ് നടത്തുന്ന സമയത്ത് ഇവര് കൊള്ളക്കാരായിരിക്കുന്ന ആളുകള് റെയ്ഡിനെ തടസ്സപ്പെടുത്താൻ വേണ്ടിയിട്ട് അവരെ കൊള്ളസംഘത്തിൻ്റെതായിരിക്കുന്ന നയപരിപാടികൾ ആവിഷ്കരിക്കുന്നു എന്നുള്ളതാണ് ഇന്നിപ്പോ നമ്മൾ ഈ 1 മണിക്കൂറായിട്ട് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ശരിക്കതാ സാറേ, ഇവിടെ എടുത്തു പറയേണ്ട ഒരു വസ്തുതയുണ്ട്. അതായത് ഈ പിണറായി വിജയൻ സർക്കാർ നേരിട്ട ഏറ്റവും വലിയൊരു വിഷയമായിരുന്നു ശബരിമല സ്വർണ്ണക്കൊള്ള. ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട്
ഏറ്റവും കൂടുതൽ ആളുകൾ അറസ്റ്റ് ചെയ്യപ്പെട്ട് ജയിലിൽ അടയ്ക്കപ്പെട്ടവരിൽ ഏറ്റവും കൂടുതൽ ആളുകൾ CPM അനുഭാവികളും CPM-ന്റെ MLA-മാര്, CPM-ന്റെ ദേവസ്വം കമ്മീഷണർ, CPM നിയോഗിച്ച ദേവസ്വം പ്രസിഡന്റ്, അങ്ങനെ CPM-ന്റെ വലിയ നേതാക്കന്മാർ തന്നെയായിരുന്നു. ആ വിഷയത്തെക്കുറിച്ച് ആഭ്യന്തര വകുപ്പ് മന്ത്രിയായിരുന്ന മുഖ്യമന്ത്രിയായിരുന്ന അന്നത്തെ ആഭ്യന്തര വകുപ്പ് മന്ത്രി മുഖ്യമന്ത്രി പിണറായി വിജയനോട് മാധ്യമങ്ങൾ ഉൾപ്പെടെയുള്ള ആളുകൾ ചോദിച്ചപ്പോൾ എന്താണ് അങ്ങേക്ക് ഇതിനെ കുറിച്ച് പറയാനുള്ളതെന്ന് പറഞ്ഞപ്പോൾ നിയമത്തിന്റെ വഴിക്ക് പോകും, അതിൽ കൈകടത്തുന്നില്ല, അത് മന്ത്രിയായാലും തന്ത്രിയായാലും ഞങ്ങൾക്ക് അതിൽ പ്രത്യേകിച്ച് വേറെ താല്പര്യമൊന്നുമില്ല എന്നാണ് അന്ന് മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയൻ പറഞ്ഞത്. അങ്ങനെയെങ്കിൽ നിയമത്തിന്റെ വഴിക്ക് പോകും എന്ന് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ, അതാണ് ശരി എന്നുണ്ടെങ്കിൽ, ഇന്നിപ്പോ ഈ പിണറായി വിജയന്റെ വീട്ടിൽ ED റെയ്ഡിന് വരുമ്പോൾ എന്തുകൊണ്ടാണ് സ്വന്തം അണികളെ അത് പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ പറ്റാത്തത്? നിങ്ങൾ പിരിഞ്ഞു പോകും, അല്ലെങ്കിൽ നിങ്ങളുടെ കാര്യം നോക്കൂ. ഇത് നിയമപാലകർ വന്ന് അവരുടെ ജോലിയാണ് ചെയ്യുന്നത്. ആ ജോലി ചെയ്യുമ്പോൾ അവർക്ക് ജോലി ചെയ്യാനുള്ള അവസരം സൃഷ്ടിച്ചു കൊടുക്കണം. അതാണ് ജനാധിപത്യപരമായ ഒരു മര്യാദ, അതാണ് നിയമപരമായ ഇന്ത്യൻ നീതിന്യായ വ്യവസ്ഥയിൽ വിശ്വസിക്കുന്ന ഒരു പൗരനും ചെയ്യേണ്ട കടമ അതാണ് എന്ന് എന്തുകൊണ്ട് ഈ പിണറായി വിജയനോ, അല്ലെങ്കിൽ പിണറായി വിജയൻ വീടിനകത്താണ്, പുറത്ത് നിൽക്കുന്ന ആളുകൾക്ക് എന്തുകൊണ്ട് അത് മനസ്സിലാകുന്നില്ല? ഇന്ത്യൻ നീതിന്യായ വ്യവസ്ഥയെ അംഗീകരിക്കാതെ എങ്ങനെയാണ് ഇന്ത്യയിൽ ജീവിക്കാൻ പറ്റുക? നിയമത്തിന്റെ വഴിക്ക് പോകട്ടെ, മടിയിൽ കനമില്ല, വഴിയിൽ ഭയമില്ല എന്നുണ്ടെങ്കിൽ നിയമത്തിന്റെ വഴിക്ക് പോകുന്നതിൽ ആർക്കാണ് തടസ്സം? അപ്പോ അതല്ല, ഞങ്ങളുടെ നേതാക്കന്മാരെ ചോദ്യം ചെയ്യാൻ പാടില്ല. ഞങ്ങളുടെ നേതാക്കന്മാരെ ചോദ്യം ചെയ്യുകയാണെങ്കിൽ ഞങ്ങളുടേതായ രീതിയിൽ ചില തീരുമാനങ്ങൾ എടുക്കും, ഞങ്ങൾ ഭീഷണിപ്പെടുത്തും, അല്ലെങ്കിൽ ഞങ്ങൾ വഴിയിൽ പെരുമാറും എന്നൊക്കെ തരത്തിലുള്ള ഒരു തരത്തിലുള്ള അഹങ്കാര ജടിലമായിട്ടുള്ള പ്രവൃത്തിയാണ് ഇന്നിപ്പോ ED ഉദ്യോഗസ്ഥന്മാർക്ക് നേരിടേണ്ടി വന്നത്. തീർച്ചയായും ഇതിന് നിയമപരമായ രീതിയിലുള്ള വലിയ പ്രത്യാഘാതങ്ങൾ CPM-നും പിണറായി വിജയനും ഒക്കെ നേരിടേണ്ടതായി വരും എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അല്ല, തീർച്ചയായിട്ടും അങ്ങനെയൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. കാരണം ഇത് നിയമപരമായുള്ള രീതിയിൽ പിണറായി വിജയനൊക്കെ നടത്തിയിരിക്കുന്നത് തികച്ചും കോടതിയെ ലക്ഷ്യം തന്നെയാണ്. കാരണം കോടതിയുടെ അനുവാദത്തോടുകൂടിയാണ് റെയ്ഡ് നടത്തുന്നത്. അങ്ങനെ നടത്തുന്ന റെയ്ഡിനെ പോലും തടസ്സപ്പെടുത്തുന്ന പിണറായി വിജയന്റെ നടപടി പലപ്പോഴും കോടതി സിദ്ധാന്ത നടപടികൾക്കെതിരാണ്. ഇത് കോടതി വിരുദ്ധമാണ് അദ്ദേഹത്തിന്റെ നടപടികൾ. കാരണം അദ്ദേഹത്തിന് കോടതിയിൽ വിശ്വാസമുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. കാരണം അദ്ദേഹത്തിന്റെ നേതാവായിരിക്കുന്ന EM ശങ്കരൻ നമ്പൂതിരിപ്പാട് 1969 മന്ത്രിസഭ രാജിവെക്കുന്നതിന് മുമ്പായിട്ട് അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട പ്രശ്നം എന്തായിരുന്നു? അദ്ദേഹത്തിന് കേരളത്തിൽ കോടതിയിൽ വിശ്വാസമില്ല, അദ്ദേഹം അതിനേക്കാളൊക്കെ വലുതാണ്. ഇങ്ങനെ ധരിക്കുന്നവരാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ പലരും. കാരണം അവർക്ക് അഴിമതി നടത്താനുള്ള സ്വാതന്ത്ര്യമുണ്ട്, അഴിമതി അവർ നടത്തും, ഇതാരും ചോദ്യം ചെയ്യാൻ പാടില്ല. അങ്ങനെ എന്തെങ്കിലും അഴിമതി നടത്തിയിട്ടുണ്ടെങ്കിൽ കണ്ടുപിടിക്കേണ്ടത് ഞങ്ങളുടെ പോലീസാണ് കണ്ടുപിടിക്കേണ്ടത്, ഞങ്ങളുടെ കോടതിയുണ്ട്, അതായത് പാർട്ടി കോടതി. അങ്ങനെ പാർട്ടി കോടതിയിൽ പാർട്ടി പോലീസ് അന്വേഷിക്കുന്ന കാര്യങ്ങൾ പാർട്ടി കോടതിയിൽ വെച്ച് പാർട്ടി സഖാക്കന്മാരായിരിക്കുന്ന ഓൾ ഇന്ത്യ ജനറൽ സെക്രട്ടറിയും അവിടെ പൊളിറ്റ് ബ്യൂറോയിലെ മറ്റംഗങ്ങളും കൂടിയിരുന്ന് അവരാലോചിച്ച് പ്രതികളെ നിശ്ചയിക്കുന്നു, ആ പ്രതികളെ വെറുതെ വിടുന്നു. അതുകൊണ്ടാണ് പണ്ട് ഈ പറയുന്നവര് ശ്രീമതി ടീച്ചറും ബാലനും കൂടിയിരുന്നിട്ട് ഇതിന്റെ തീവ്രത കുറവാന്ന് പറഞ്ഞ അതുകൊണ്ടാണല്ലോ. ഈ തീവ്രത കുറഞ്ഞ കാര്യങ്ങൾ അളക്കാൻ മാത്രമാണ് ഈ പറയുന്ന ശ്രീമതി ടീച്ചറിനും ബാലനും ഒക്കെ അവരുടെ കഴിവതിന്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ്. അങ്ങനെ കഴിവ് കുറഞ്ഞ ആളുകളെ വെച്ചുകൊണ്ട് തീവ്രത അളപ്പിക്കുന്ന പ്രസ്ഥാനമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി. ഏതാണെങ്കിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒരു ജനവിരുദ്ധ പ്രസ്ഥാനമാണ് എന്നുള്ളത് ഇതിന്റെ ഏറ്റവും വലിയ തെളിവാണ്. ഇന്നിപ്പോ നേരത്തെ പറഞ്ഞ പോലെ ശബരിമലയിൽ ഉണ്ടായ പ്രശ്നമുണ്ടായി, അവിടെ കൊള്ള നടന്നു, അവിടുത്തെ സ്വർണം മുഴുവൻ മോഷ്ടിച്ചു, വലിയ പാർട്ടികളൊക്കെ കേരളത്തിൽ ഇറങ്ങി. അങ്ങനെയൊക്കെ ആണെങ്കിൽ പോലും അതിന്റെ അകത്ത് അറസ്റ്റ് ചെയ്യപ്പെട്ടവര് പൂർണ്ണമായിട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആളുകളാണ്. പഴയ പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റി മെമ്പറാണ്, പാർട്ടിയുടെ പഴയ MLA ആയിരുന്ന ആളാണ്, ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിരുന്ന ആളാണ്, അതുപോലെ തന്നെ ദേവസ്വം കമ്മീഷണർ ആയിരുന്ന ആളാണ്. ഈ തരത്തിൽപ്പെട്ട ആളുകൾ അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ട് പോലും അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് പ്രശ്നമില്ല. കാരണം എന്താ? കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മുഖ്യമന്ത്രി ആയിരിക്കുന്ന പിണറായി വിജയൻ ഗുരുവായൂർ ക്ഷേത്രത്തിന്റെ നടയിൽ നിന്നിട്ട് ഒരു വട്ടം പോലും ഒന്ന് കൈകൂപ്പാൻ തയ്യാറില്ലാതിരിക്കണ്ട്. ആ വെളിച്ചം കാണുന്ന സ്ഥലത്താണോ ദൈവം ഇരിക്കുന്നത്, ആ പുള്ളി ഇരിക്കുന്നതെന്ന് ചോദിക്കുന്ന, അവിടെയാണോ കൃഷ്ണൻ ഇരിക്കുന്നത് ചോദിക്കുന്ന നികൃഷ്ടമായിട്ടുള്ള മനസ്സിന്റെ ഉടമയാണ് പിണറായി വിജയൻ. എനിക്ക് തോന്നുന്നു വാസ്തവത്തിൽ സാക്ഷാൽ ശബരിമല ശ്രീധർമ്മശാസ്താവും അതേപോലെ തന്നെ ഗുരുവായൂരപ്പനും ഇദ്ദേഹത്തിന്റെ കൊടും ചെയ്തികൾക്കെതിരായിക്കൊണ്ട്, ജനവിരുദ്ധമായിരിക്കുന്ന നടപടികൾക്കെതിരായിക്കൊണ്ട്, ജനങ്ങൾക്ക് എതിരായിക്കൊണ്ട് ഇദ്ദേഹം നടത്തിയിരിക്കുന്ന പടപ്പുറപ്പാടിന് കൊടുത്തിരിക്കുന്ന കനത്ത ശിക്ഷയാണ് EDയുടെ റെയ്ഡിൽ കൂടി പുറത്തു വരുന്നത്. ഈ റെയ്ഡ് പൂർത്തിയാവുന്ന സമയത്ത് ഇനി അറിയില്ല പിണറായി വിജയൻ ഒരുപക്ഷെ എന്തൊക്കെയാണ്
ഈട് കിട്ടിയിരിക്കുന്ന നമുക്കറിയില്ല. അങ്ങനെ പിണറായി വിജയൻ ഭയപ്പെടുന്നുണ്ടാവാം. ഈട് പേരിൽ തന്റെ പലതും വേണ്ടപ്പെട്ട പലതുമാണ് ഈടിക്കാർ കൊണ്ടുപോയിട്ടുള്ളതെങ്കിൽ അതിന്റെ പേരിൽ അതിനെ തടസ്സപ്പെടുത്തിയിട്ട് ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് തന്റെ ശിഷ്യന്മാരായിരിക്കുന്ന SFIയിലെയും DYFIയിലെയും യുവാക്കന്മാരായിരിക്കുന്ന ആളുകളെ, തന്റെ മക്കളെയൊക്കെ വിദേശ രാജ്യങ്ങളിലേക്ക് പറഞ്ഞുവിട്ട് അവരെയൊക്കെ അവിടെ പഠിപ്പിച്ച് അവിടേക്ക് ജോലി ചെയ്ത് ഈ പറയുന്ന കുട്ടിക്കുരങ്ങന്മാരെ കൊണ്ടിവിടെ ചുടിയോറ് മാന്തിക്കുവാനുള്ള പരിശ്രമമാണ് പിണറായി വിജയൻ ഇതിൽ കൂടി നടത്തിയത്. ഇവിടെ സംഭവിച്ചിരിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാല് ഈ ഇന്ത്യൻ നീതിന്യായ വ്യവസ്ഥയെ വെല്ലുവിളിച്ചിരിക്കുന്നു, പല്ലിളിച്ച് കാണിച്ചിരിക്കുന്നു. ഒരു ഉദ്യോഗസ്ഥൻ, ഇപ്പൊ പിണറായി വിജയൻ ഒരു സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയായിരുന്നു, ആഭ്യന്തര വകുപ്പ് മന്ത്രിയായിരുന്നു. അപ്പോൾ എങ്ങനെയാണ് ഒരു ഭരണം മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്, എക്സിക്യൂട്ടീവിന്റെ ജോലി എന്താണെന്നുള്ളത് കൃത്യമായിട്ട് അദ്ദേഹത്തിന് അറിയാം. ഇത് നിയമരാഹിത്യമാണ് ഉണ്ടാക്കിയത്, നിയമ തടസ്സമുണ്ടായിരിക്കുന്നു. അവർ ഉദ്യോഗസ്ഥർക്ക് ജോലി ചെയ്യുന്നതിന് അവരെ തടസ്സപ്പെടുത്തിയിരിക്കുന്നു എന്നുള്ളത് വലിയ കുറ്റം തന്നെയാണ്. സാറ് നേരത്തെ സൂചിപ്പിച്ച പോലെ കോടതി അലക്ഷ്യം തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത്. എന്തുകൊണ്ടാണ് ഈ നാട്ടിലുള്ള സഖാക്കന്മാർക്ക് ഇത് മനസ്സിലാക്കാതെ പോകുന്നത്? എന്തുകൊണ്ടാണ് അവർക്ക് അത് മനസ്സിലാകാത്തത്? ഇവര് ചോദ്യം ചെയ്യപ്പെടാൻ പാടില്ലാത്ത ആളുകളാണ്. ഇവരുടെ അപ്രമാദിത്വം എന്നിങ്ങനെ നിലനിന്നു കൊള്ളണം. ഒരു കാരണവശാലും ഞങ്ങൾ ഉദ്ദേശിക്കാത്ത, ഞങ്ങൾ വിചാരിക്കാത്ത രീതിയിൽ ഞങ്ങളെ ചോദ്യം ചെയ്യാൻ പാടില്ല, ഞങ്ങളോട് ആരും ഇടപഴകാൻ പാടില്ല എന്നുള്ള ഈ ധാർഷ്ട്യത്തിന്റെ അഹങ്കാരത്തിന്റെയും ഏറ്റവും വലിയ പതനമാണ് 2026 തെരഞ്ഞെടുപ്പിൽ കണ്ടത് എന്നുള്ളത് CPM-ന്റെ ഓരോരോ ഏരിയ കമ്മിറ്റികളും ജില്ലാ കമ്മിറ്റികളും പരാജയ അവലോകനം യോഗത്തിൽ എടുത്തു പറഞ്ഞിരിക്കുന്നു. അതിന്റെ കാരണക്കാരൻ മുഖ്യമന്ത്രി പിണറായി വിജയനും MP ഗോവിന്ദനുമാണ് എന്നുള്ളത് എടുത്തു പറഞ്ഞിരിക്കുന്നു. അവിടെയാണ് ഇത്തരത്തിലുള്ള ഒരു പ്രവർത്തനം നടന്നിരിക്കുന്നത്. ഞാൻ ഇതിലൂടെ മനസ്സിലാക്കുന്നത് തീർച്ചയായും ഏതെങ്കിലും തരത്തിലുള്ള ചില പ്രക്ഷോഭങ്ങളും ജനങ്ങളെ ഇളക്കി ചില ഇത്തരത്തിലുള്ള സമരപരിപാടികളൊക്കെ നടത്തി നിലവിലുള്ള പ്രശ്നങ്ങളിൽ നിന്ന് തടി തപ്പുന്നതിന് വേണ്ടി പിണറായി വിജയന്റെ അടിമക്കമ്മികളായ ആളുകളും ആസൂത്രണം ചെയ്തൊരു പരിപാടിയാണ്. അല്ലെങ്കിൽ ഇത്രത്തോളം ഒരു വിവരം കെട്ട ഒരു പരിപാടി അല്ലെങ്കിൽ നിയമരാഹിത്യം ഇങ്ങനെ ED ഉദ്യോഗസ്ഥന്മാരോട് കാണിക്കൂ എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. അല്ല, അതിന് ഒരിക്കലും സാധ്യതയില്ല. പക്ഷെ കമ്മ്യൂണിസ്റ്റുകാർക്ക് വിവരമുണ്ടെന്ന് ആരും പറയാറില്ലല്ലോ. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ ഭൂരിപക്ഷം പേരും അടിമകളാണ്. ഈ ലോകത്തെ അടിമകളോട് കഴിഞ്ഞ ദിവസം മാപ്പ് പറഞ്ഞത് അടിമകളാക്കിയിട്ട് ആളുകളെ വെച്ചതിന്റെ പേരിലാണ്. ഈ പല പള്ളികളെ കുറിച്ച് അങ്ങനെ ചില പ്രചാരണങ്ങൾ, ഇനി ശരിയാണോ ഇല്ലെന്ന് എനിക്കറിയില്ല, പ്രചാരങ്ങളുണ്ട്. ആ പള്ളിയിൽ വരുന്ന ആളുകൾ അന്ന് അക്കാലത്ത് ജനങ്ങൾ വരാതിരുന്ന കാലത്ത് അടിമകളെ പാർപ്പിച്ചിരുന്ന സ്ഥലമാണ് യൂറോപ്പിൽ ഉണ്ടായിരുന്ന പള്ളികള്. സമാനമായിരിക്കുന്ന അടിമകളാണ് കമ്മ്യൂണിസ്റ്റുകള്. കേരളത്തിലെ കമ്മ്യൂണിസ്റ്റുകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബുദ്ധിസ്ഥിരതയില്ലാത്ത, സാമാന്യ ബുദ്ധിയില്ലാത്ത അടിമകളാണ് അവര്. അപ്പൊ അതുകൊണ്ട് അവരോട് എന്ത് മണ്ടത്തരം പറഞ്ഞാലും അവരനുസരിക്കും. അതുകൊണ്ടാണ് ഇപ്പൊ ജോസഫൈനെ പോലുള്ള ആളുകൾ പോലും പ്രത്യേക കോടതിയുണ്ട് ഞങ്ങൾക്ക് എന്നൊക്കെ പറയും, ഞങ്ങളുടെ പോലീസുണ്ട്, ഞങ്ങളുടെ അന്വേഷണ കമ്മീഷനുണ്ട് എന്നൊക്കെ തുടങ്ങിയിട്ടുള്ള വിഡ്ഢിത്തരങ്ങള് പൊതുസമൂഹത്തിന് മുമ്പിൽ അവതരിപ്പിക്കാൻ കാരണം ഞാൻ മനസ്സിലാക്കിയത് അവർ MLA ആയിരുന്നു എന്നാണ്. അവർ GSCയുടെ ചെയർപേഴ്സൺ ആയിരുന്നു. അങ്ങനെയുള്ള ഒരു സ്ത്രീയാണ് ഇത്തരത്തിലുള്ള മന്ദബുദ്ധിയുടെ പൂർണ്ണമായിരിക്കുന്ന പ്രസ്താവനകൾ ഇറക്കിയിട്ടുണ്ടെങ്കിൽ അതിന് കാരണം അത്തരത്തിൽപ്പെട്ടവരാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലുള്ളത്. ഇതിന് MLA-യിലേക്ക് പോകുന്ന സാർ, മന്ത്രി പിണറായി വിജയൻ സർക്കാരിലെ, രണ്ടാം പിണറായി വിജയൻ സർക്കാരിലെ സാംസ്കാരിക വകുപ്പ് മന്ത്രിയായിരുന്ന സജി ചെറിയാൻ ഭരണഘടനയെ കുറിച്ച് കുന്തവും കുടച്ചക്രമൊക്കെ എഴുതി വെച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ അവർ എത്രത്തോളം ഈ ഭരണഘടനയിൽ വിശ്വസിക്കുന്നുണ്ട്, ഇന്ത്യൻ നീതിന്യായ വ്യവസ്ഥയിൽ വിശ്വസിക്കുന്നുണ്ട്, അംഗീകരിക്കുന്നുണ്ട് എന്നുള്ളതൊക്കെ അതിലൂടെ തന്നെ നമുക്ക് മനസ്സിലാക്കാവുന്ന. അതിൽ എന്റെ പ്രധാനമായിട്ട് തോന്നിയത് ഇവര് സാംസ്കാരിക വകുപ്പ് മന്ത്രി ആക്കുന്ന ഇത്തരത്തിൽപ്പെട്ടവരെയാണ്. ഒരു വിവരവുമില്ലാത്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടിയില് കുറച്ചെങ്കിലും വിവരമുള്ളവർ ആരെങ്കിലും സംസ്കാര വകുപ്പ് മന്ത്രിയാക്കായിരുന്നു. ഇത് ഒരു വിവരവുമില്ലാത്ത, ഭരണഘടന എന്താണെന്നറിയാത്ത, കുന്തം എന്താണെന്നറിയാത്ത, കൊടച്ചക്രം എന്താണെന്നറിയാത്ത, ഇന്ത്യൻ ഭാരതീയമായിരിക്കുന്ന നിയമ സംവിധാനങ്ങളെ സംബന്ധിക്കുന്ന ഒരു ബോധവും ഇല്ലാത്തൊരു വ്യക്തിയെ അയാൾ പിടിച്ചിട്ട് കേരളത്തിലെ സാംസ്കാരിക വകുപ്പ് മന്ത്രിയാക്കി. അയക്ക് അതിനുള്ള അയക്കെന്താ പറയാൻ പറ്റുക? അയാൾ ധരിച്ചത് കേരളം എന്ന് പറഞ്ഞ് ലോകത്തിന്റെ തലസ്ഥാനമാണെന്നാലും ധരിച്ചിട്ടുണ്ട്. എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് കേരളത്തിന്റെ പിണറായി വിജയനാണെന്നാലും ധരിച്ചു. അങ്ങനെയുള്ള പിണറായി വിജയന് വേണ്ടിയിട്ട് കുഴലൂന്നാണ് തന്റെ പണിയെന്ന് പറയുന്ന സജി ചെറിയാൻ ധരിച്ചു. അതിന്റെ അപ്പുറത്ത് ഒരു ബുദ്ധിയുള്ളവരാരും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയില് ഒരുപക്ഷെ P. ഗോവിന്ദപിള്ള സാറിനെ പോലുള്ള പഴയകാലത്ത് ആളുകൾ ഉണ്ടായിരിക്കാം. അതൊക്കെ കഴിഞ്ഞിട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്നൊക്കെ പറഞ്ഞാൽ ഇന്ന് ബുദ്ധിവിഹീനന്മാരുടെ കേന്ദ്രമായിട്ട് മാറി. അവരുടെ താളത്തിനൊത്ത് തുള്ളുന്ന, അവരുടെ ഞാണങ്ങൾ കളിക്കുന്ന
ചില ആളുകളായിട്ട് ഇന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കേന്ദ്ര നേതൃത്വം മാറിക്കഴിഞ്ഞു എന്നുള്ളതാണ് വസ്തുതകൾ സൂചിപ്പിക്കുന്നത്. ബൗദ്ധിക നിലവാരമുള്ള അല്ലെങ്കിൽ സൈദ്ധാന്തികരായിട്ടുള്ള ആളുകൾ ഇല്ലാത്തതിന്റെ ഒരു കുറവ് ഈ പാർട്ടി നേരിടുന്നുണ്ടോ എന്നുള്ള സംശയോട് നിലനിൽക്കുന്നു. എന്തായാലും ആദ്യം പാർട്ടി അണികളെ പറഞ്ഞു പഠിപ്പിക്കേണ്ടത് പാർട്ടിയുടെ ഭരണഘടനയ്ക്ക് ഉപരിയായിട്ട് ഇന്ത്യക്ക് ഒരു ഭരണഘടനയുണ്ട്, ഇന്ത്യക്ക് ഒരു നീതിന്യായ സംവിധാനമുണ്ട് എന്നുള്ള കാര്യങ്ങൾ പറഞ്ഞു പഠിപ്പിച്ചില്ലെങ്കിൽ ഇത്തരത്തിലുള്ള അപജയങ്ങൾ വീണ്ടും പാർട്ടിക്കുണ്ടാകും. എന്തായാലും ഇതിനെതിരെ വരുന്ന കേസുകൾ കൂടി ഇവർ തരണം ചെയ്യേണ്ടതായി വരും. അപ്പോഴും ഞങ്ങൾക്കൊന്നും വിഷയമല്ല, ഞങ്ങളിതിൽ വിശ്വസിക്കുന്നില്ല, ഞങ്ങളുടെ പാർട്ടിയും ഞങ്ങളുടെ കോടതിയുണ്ട് എന്ന് പറഞ്ഞ് ഇവർ തടിയൂരാൻ നോക്കും. പക്ഷേ ഇത് വലിയൊരു അപകടത്തിലേക്കാണ് പോകുന്നത് എന്നുള്ളതിന്റെ യാഥാർത്ഥ്യം ഇനിയും വിസ്മരിക്കാൻ നമുക്ക് സാധിക്കില്ല. തീർച്ചയായിട്ടും.